എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 6ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ഒരു സർഗത്തിൽ അയോധ്യാപുരിയെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ തുടരണു. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയുള്ളൊരു രാജ്യമാണ് ദശരഥൻ ഭരിച്ചിരുന്നത് എന്നുള്ളതൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാം പുര്യാമയോധ്യായാം വേദവിത് സർവസംഗ്രഹ ദീർഘദർശീ മഹാതേജാ പൗരജാനപദപ്രിയ. ആ അയോധ്യയിൽ, തസ്യാം പുര്യാം അയോധ്യായാം, ആ അയോധ്യാപുരിയിൽ, തസ്യാം അയോധ്യായാം പുര്യാം, അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവാണ് വേദവിത്ത് സർവസംഗ്രഹ ദീർഘദർശി മഹാതേജാഹ പൗരജാനപദപ്രിയ. ഇനി 3-4 ശ്ലോകം കൂടി കഴിയുമ്പോഴാണ് അവിടേക്കാണ് ദശരഥൻ എന്നുള്ള വാക്ക് വരുന്നുള്ളൂ. നമുക്ക് ഓരോ ശ്ലോകം നോക്കി പോവാം. അവിടെ എല്ലാ വേദങ്ങളും അറിയുന്നവനും, അതാണ് വേദവിത്ത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വേദങ്ങൾ 4 വേദങ്ങളും പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള രാജാവ്. സർവസംഗ്രഹ, എല്ലാ കാര്യങ്ങളും ഒരേപോലെ വേണ്ടതുപോലെ ഗ്രഹിക്കുന്നവൻ, നന്നായി പഠിക്കുന്നവൻ, ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യവും കേൾക്കുന്നവനും, ഗ്രഹണശീലം ഉള്ളവനും. ദീർഘദർശി എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവൻ. അതായത് വരാൻ പോണ കാലത്തേക്ക് എന്താണോ ആവശ്യം അതൊക്കെ നിർവർത്തിക്കുന്ന ആളെയാണ് ദീർഘദർശി എന്ന് പറയുക. അങ്ങനെ ദീർഘദർശിയും മഹാതേജസ്വിയും ഐശ്വര്യസമ്പൂർണനുമായിരുന്ന, മാത്രമല്ല ജാനപദങ്ങൾക്ക് പ്രിയനായിരുന്നവനും. പൗരന്മാരെന്നുള്ളത് കൊണ്ട് പുരത്തിലുള്ളവർ, നഗരത്തിലുള്ളവർ. ജാനപദന്മാരെന്ന് പറഞ്ഞാൽ ജനപദത്തിലെ, ഗ്രാമത്തിൽ അവിടെ താമസിക്കുന്നവർ. അതായത് രാജ്യത്ത് തലസ്ഥാനം, കോസലം എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. ആ അയോധ്യയിലെ ആൾക്കാർക്ക് മാത്രമൊന്നുമല്ല, കോസലത്തിലെ ആൾക്കാർക്കും തന്നെ അയോധ്യാധിപനായിട്ടുള്ള ദശരഥനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു മികച്ച രാജാവായിരുന്നു ദശരഥൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ നമുക്കത് വായിക്കാം. ഇക്ഷ്വാകൂണാമതിരഥോ യജ്വാധർമ്മപരോ വശീ മഹർഷികൽപ്പോ രാജർഷിസ്ത്രിഷു ലോകേഷു വിശ്രുത. ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനായിരുന്നു ആ രാജാവ്. അദ്ദേഹം അതിരഥനായിരുന്നു. അതിരഥന്മാർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഒരേ സമയം കുറേയധികം തേരുകളുമായിട്ട്, യുദ്ധത്തിൽ കുറേ തേരുകളുമായിട്ട് ഏറ്റുമുട്ടാൻ ശക്തിയുള്ള ആളെയാണ് അതിരഥൻ എന്ന് പറയുക. 10 തേരുകളുമായിട്ട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിക്കാൻ കഴിവുള്ള ആളെയാണ് ദശരഥൻ എന്ന് പറയുക. അതിൽ കൂടുതലുള്ളവരെയാണ് അതിരഥൻ എന്നൊക്കെ പറയുക. പക്ഷേ ഇവിടെ ആ വംശത്തിൽ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാക്കന്മാരൊക്കെ ഏതാണ്ട് ഒരേപോലെ അതീവ സമർത്ഥന്മാരും യുദ്ധനിപുണന്മാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ദശരഥനെയും, ആ ദശരഥൻ എന്നല്ല, നേമി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ദശരഥൻ എന്നുള്ളത് 10 രഥങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി, കഴിവുള്ളത് കൊണ്ട് അങ്ങനെ പേരിട്ടതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ധാരാളം അതിരഥന്മാരിൽ ഒരാളായിട്ടാണ് അവിടുത്തെ രാജാവായിട്ടുള്ള ദശരഥൻ ശോഭിച്ചത്. അദ്ദേഹം യജ്വാവായിരുന്നു, യാഗം ചെയ്യിക്കുക. യാഗങ്ങളൊക്കെ ആ രാജ്യത്തെ ധാരാളം ചെയ്യിച്ചിരുന്നു. മാത്രമല്ല ധർമ്മപരനായിരുന്നു. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ എന്ന പേരുള്ള 4 പുരുഷാർത്ഥങ്ങൾ, അതിൽ ധർമ്മത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു രാജ്യഭരണം നടത്തിയിരുന്നത്. മാത്രവുമല്ല വശി എന്ന് പറഞ്ഞാൽ തൻ്റെ വശത്തേക്ക് ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ നല്ല മിടുക്കുള്ള ആൾ. വാക്കുകൾ കൊണ്ടും ദാനം നൽകിയിട്ടുമൊക്കെ അവരവരുടെ വശത്താക്കുന്ന, മറ്റുള്ളവരെയൊക്കെ സ്വന്തം വശത്താക്കുന്നവനാണ് വശി. ഇനി മഹർഷി കൽപ്പനാണ്, രാജർഷിയാണ്. മഹർഷി കൽപ്പ എന്നുള്ളത് കൊണ്ട് സദൃശാർത്ഥമാണ് പറയുന്നത്. മഹർഷിമാരെ പോലെ തന്നെ ഇരിക്കുന്നവരെ, പക്ഷേ രാജ്യം ഭരിക്കുന്നുണ്ട്, പത്നിമാരുണ്ട്, ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് രാജർഷി എന്നേ പറയാറുള്ളൂ. അതാണ് മഹർഷിക്ക് തുല്യനായിട്ടുള്ള ഒരു രാജർഷിയായിട്ട് ത്രിഷു ലോകേഷു വിശ്രുത, 3 ലോകങ്ങളിലും പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അയോധ്യാപുരി വാണിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ബലത്തിനെ പറ്റിയൊക്കെയാണ് പറയണത്. ബലവാൻ നിഹതാമിത്രോ മിത്രവാൻ വിജിതേന്ദ്രിയ ധനൈശ്ച സഞ്ജയൈശ്ചാന്യൈ ശക്രവൈശ്രവണോപമ. 3ാമത്തെ ശ്ലോകമാണിത്. അദ്ദേഹം വളരെ ബലവാനായിരുന്നു, അതാണ് ബലവാൻ. സൈന്യമൊക്കെ ധാരാളമുള്ള ആളാണ്. സ്വയം നല്ല ആകാര
വടിവും സൗഷ്ഠതയൊക്കെ ഉള്ള ആളാണ്, നല്ല ശക്തനായിരുന്നു, അതാണ് ബലവാനാണ്. നിഹത അമിത്ര, അമിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്, ശത്രുക്കളെയൊക്കെ വധിച്ചവനാണ്. നിഹതമായ അമിത്രങ്ങളോട് കൂടിയവൻ, നിഹതാമിത്ര. അതോടൊപ്പം തന്നെ മിത്രവാനായിരുന്നു, ശത്രുക്കളെയൊക്കെ വധിച്ചു. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മിത്രവാനായിരുന്നു. വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനായിരുന്നു, ഇന്ദ്രിയങ്ങൾക്ക് അടക്കം വന്നവൻ. അതായത് കാണേണ്ടതേ കാണൂ, കേൾക്കേണ്ടതേ കേൾക്കൂ, സ്പർശിക്കേണ്ടതേ സ്പർശിക്കൂ എന്നിങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടും പല അബദ്ധങ്ങളും സംഭവിച്ചു, അത് വേറെ കാര്യം. പക്ഷേ വർണ്ണിക്കുമ്പോൾ അങ്ങനെയാണ് വർണ്ണിക്കുക. സർവം സമ്പൂർണ്ണമായിട്ടുള്ള അതീവ വിദഗ്ധരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു ഇക്ഷ്വാകു വംശത്തിൽ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ധനയിശ്ച സഞ്ജയയിശ്ച അന്യൈഹി, ധനയിശ്ച അന്യയിശ്ച സഞ്ജയൈഹി, ധാരാളം ധനം ഉണ്ടായിരുന്നു, ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല രാജ്യത്ത്. മാത്രമല്ല മറ്റ് നീക്കിയിരിപ്പുകൾ, അതാണ് അന്യൈഹി സഞ്ജയൈഹി. മറ്റു പലതും, പൈസ അല്ലെങ്കിൽ ധനം മാത്രം പോരാ, സ്വർണം വേണം, വെള്ളി വേണം, രത്നം വേണം, അതുപോലെ തന്നെ സൈന്യങ്ങൾ ധാരാളം വേണം, കുതിരകൾ, ആനകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ധാരാളം വേണം. അതാണ് അന്യൈഹി സഞ്ജയൈഹി, പലതിൻ്റെയും ഒരു ആകാരം തന്നെ, ഒരു വലിയ ഖജനാവ് തന്നെ, സ്വത്തിൻ്റെ മാത്രമല്ല, ധനത്തിൻ്റെ മാത്രമല്ല, മറ്റു പലതിൻ്റെയും ഒരു വലിയ ആകാരം, ധനാകാരമായിരുന്നു ആ രാജ്യം. അതുകൊണ്ട് തന്നെ രാജാവ് ഇന്ദ്രനെ പോലെയെന്നോ അല്ലെങ്കിൽ വൈശ്രവണൻ കുബേരനെ പോലെ, യക്ഷന്മാരുടെയൊക്കെ അധിപതിയായിട്ടുള്ള, അളകയുടെ അധിപതിയായിട്ടുള്ള കുബേരനെയാണ് വൈശ്രവണൻ എന്നൊക്കെ പറയണത്. വൈശ്രവണനുമായിട്ട് തുല്യം പറയാവുന്ന വിധത്തിലോ, ഇന്ദ്രനുമായിട്ട്, ഇന്ദ്രന് സ്ഥാനമാനങ്ങളാണ്, ധനം മാത്രമല്ല. ഇവിടെ ദശരഥൻ്റെ സ്ഥാനമാനങ്ങൾ പദവി വച്ചുകൊണ്ട് ദശരഥൻ ഇന്ദ്രനെ പോലെയും, ധനധാന്യ സമൃദ്ധി കൊണ്ട് ദശരഥൻ വൈശ്രവണനെ പോലെയും ആയിരുന്നു എന്ന് പറയാനാണ് ഇവിടെ, അതാണ് ഉദ്ദേശിച്ചത്. ശക്ര വൈശ്രവണോപമഹ, ശക്രനെ പോലെയും വൈശ്രവണനെ പോലെയും ആയിരുന്നു ആ രാജാവായിട്ടുള്ള ദശരഥൻ. എന്നിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചത് എങ്ങനെയാണെന്ന് 4ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. യഥാ മനുർമഹാതേജ ലോകസ്യ പരിരക്ഷിത തഥാ ദശരഥോ രാജ ലോകസ്യ പരിരക്ഷിത. എപ്രകാരമാണോ മനു ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായിട്ട്, പ്രജാപതിയായിട്ട് വാഴുന്നത്, അതുപോലെ തന്നെയായിരുന്നു ദശരഥൻ ഈ ലോകത്തിൻ്റെ, അതായത് ഭൂമിയിലുള്ളതായ കോസലം എന്നു പേരുള്ള രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് വാണത്. മനു ഈ ലോകത്തിൻ്റെ മുഴുവനും പ്രജാപതിയായിട്ടാണ് വാഴണതെങ്കിൽ ദശരഥൻ ആ ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ, കോസലം എന്നു പേരുള്ള രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് വളരെയധികം ശോഭിച്ചു. യഥാ തഥ എന്നുള്ള അവ്യയങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. യഥാ എപ്രകാരമാണോ മഹാതേജസ്വിയായിട്ടുള്ള മനു ലോകസ്യ പരിരക്ഷിത ഭവതി, ലോകത്തിൻ്റെ പരിരക്ഷിതാവായിട്ട്, ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ഭവിക്കുന്നത്, തഥാ അപ്രകാരം ദശരഥൻ എന്നു പേരുള്ള രാജാവ്, ദശരഥോ രാജ ലോകസ്യ പരിരക്ഷിത, മനുഷ്യർ ജീവിക്കുന്നതായ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് അറിയപ്പെട്ടു. എന്നിട്ട് 5ാമത്തെ ശ്ലോകം നോക്കാം. തേന സത്യാഭിസന്ധേന ത്രിവർഗമനുതിഷ്ഠത പാലിദാസ പുരീ ശ്രേഷ്ഠ ഇന്ദ്രേണേവാമരാവതി. തേന സത്യാഭിസന്ധേന, ആ കാലം ത്രേതായുഗമാണ്. സത്യത്തിനോടൊക്കെ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള കാലമാണ്. എല്ലാവർക്കും സത്യം പറയണമെന്നുള്ള ആഗ്രഹമുള്ള കാലമാണ്. അതുകൊണ്ട് സത്യം വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ സത്യാഭിസന്ധനായിട്ടുള്ള ദശരഥനാൽ തേന സത്യാഭിസന്ധേന ദശരഥേന അദ്ദേഹം എന്താ ചെയ്തത്? ത്രിവർഗം അനുതിഷ്ഠത. ത്രിവർഗങ്ങളെന്ന് പറഞ്ഞാൽ ധർമ്മ, അർത്ഥ, കാമങ്ങൾ. അതിനെയാണ് പുരുഷാർത്ഥങ്ങളിൽ ത്രിവർഗം എന്ന് പറയുന്നത്. മോക്ഷം മരണാനന്തരം കിട്ടുന്നതാണ്. അപ്പോൾ ആ 3 എണ്ണങ്ങളെയും ധർമ്മത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് കാമവും അർത്ഥവും കൊണ്ടു നടക്കുന്നവനായിരുന്നു ദശരഥൻ. അതാണ് ത്രിവർഗം അനുതിഷ്ഠത. അങ്ങനെ ത്രിവർഗങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വർത്തിക്കുന്നവനായിട്ടുള്ള ആ മഹാരാജാവായിട്ടുള്ള ദശരഥൻ എന്താ ചെയ്തത്? പാലിദാസ പുരീ ശ്രേഷ്ഠ ഇന്ദ്രേണേവാമരാവതി. സാ ശ്രേഷ്ഠാപുരി പാലിത, ശ്രേഷ്ഠമായിട്ടുള്ള പുരി, അതായത് ആ അയോധ്യാപുരി, അതിനെ വേണ്ടതുപോലെയൊക്കെ പരിപാലിക്കുക എന്നുള്ളത് കൊണ്ട്
ഭരിച്ചു, ജനങ്ങൾക്ക് ഇഷ്ടമാവണ വിധത്തിൽ ഭരിച്ചു എന്നർത്ഥം. ഏതുപോലെ? ഇന്ദ്രേണ അമരാവതി ഇവ. കഴിഞ്ഞ ശ്ലോകത്തിൽ അതുതന്നെയാണല്ലോ പറഞ്ഞത്, ശക്രനെ പോലെയും വൈശ്രവണനെ പോലെയും ഒക്കെ ആയിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് പറയണത്. ഇന്ദ്രൻ എപ്രകാരമാണോ അമരാവതിയെ പരിപാലിച്ചത്, അതുപോലെ ഇന്ദ്രേണ അമരാവതി ഇവ സാ പുരി തേന സാ ശ്രേഷ്ഠാപുരി തേന പാലിത. ആ ശ്രേഷ്ഠമായിട്ടുള്ള പുരി, അതായത് അയോധ്യ, ദശരഥനാൽ പരിപാലിക്കപ്പെട്ടു എന്നർത്ഥം. ഇനി ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള വർണ്ണനയൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യാം പുര്യാമയോധ്യായാം വേദവിത് സർവസംഗ്രഹ ദീർഘദർശി മഹാതേജ പൗരജാനപദപ്രിയ ഇക്ഷ്വാകൂണാമതിരഥോ യജ്വാധർമ്മപരോ വശീ മഹർഷികൽപ്പോ രാജർഷിസ്ത്രിഷു ലോകേഷു വിശ്രുത ബലവാൻ നിഹതാ മിത്രോ മിത്രവാൻ വിജിതേന്ദ്രിയ ധനൈശ്ച സഞ്ജയൈശ്ചാന്യൈഃ ശക്രവൈശ്രവണോപമ യഥാ മനുർമഹാതേജാ ലോകസ്യ പരിരക്ഷിത തഥാ ദശരഥോ രാജാ ലോകസ്യ പരിരക്ഷിത തേന സത്യാഭിസന്ധേന ത്രിവർഗമനുതിഷ്ഠതാ പാലിതാ സാ പുരീ ശ്രേഷ്ഠ ഇന്ദ്രേണേവാമരാവതി. ഇന്ദ്രൻ സ്വർഗത്തെ പരിപാലിക്കുന്നത് പോലെ ദശരഥൻ അയോധ്യാപുരിയെ വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ നിർത്തുകയാണ്. ബാക്കി വിഷയങ്ങൾ അടുത്ത ദിവസം അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള ഈ 5 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.